തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി വിജയുടെ ജോൽസിന് സർക്കാർ നിയമനം. റിക്കി രഥൻ പണ്ഡിറ്റ് വെട്രിവേലിനെയാണ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചത്. അതേസമയം വിമത അണ്ണാഡി എം.കെ എം.എൽ.എമാരെ വെട്ടിലാക്കി എടപ്പാടി പളനിസ്വാമി പക്ഷം വിപ്പ് നൽകി. വിശ്വാസ വോട്ടെടുപ്പിൽ സർക്കാരിനെ പിന്തുണയ്ക്കരുത് എന്നാണ് നിർദ്ദേശം. ഫൈസൽ ഹംസ വിവരങ്ങളുമായി ചേരുകയാണ്. ഫൈസൽ, ടി.വി.കെയും വിജയും വലിയ വിജയം നേടും എന്ന് പ്രവചിച്ച ആളാണ് ഈ റിക്കി രഥൻ പണ്ഡിറ്റ്. അതിനുശേഷം ഒരു കൂടിക്കാഴ്ചയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നിയമനം ഉണ്ടായത് എപ്പോഴാണ്? എന്താണ് വിവരങ്ങൾ? മാധു, എന്തായാലും രസകരമായ ചില നിയമനങ്ങളും അതോടൊപ്പം തന്നെ തീരുമാനങ്ങളും എല്ലാമാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വിജയ് എന്തായാലും സ്ത്രീകളുടെ എല്ലാം കയ്യടി നേടിക്കൊണ്ട് ഇന്ന് മദ്യശാലകൾ അടച്ചുപൂട്ടുന്നതിനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നു. ഏതാണ്ട് 717 മദ്യശാലകൾക്കാണ് രണ്ടാഴ്ചക്കുള്ളിൽ പൂട്ടിടാൻ പോകുന്നത്. അത് വലിയ കയ്യടി നേടിയതിന് തൊട്ട് പിന്നാലെയാണ് വിജയുടെ ഒരു നിയമനം. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജോത്സനായിട്ടുള്ള റിക്കി രഥൻ പണ്ഡിറ്റ് വെട്രിവേൽ അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഇന്നാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവിറങ്ങിയതെങ്കിലും വിജയ് അധികാരമേറ്റ അന്ന് മുതൽ തന്നെ നിയമനം പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിലൊന്നും വ്യക്തതയില്ല. അതെല്ലാം പിന്നീട് ഒരു ഉത്തരവിലൂടെ പുറത്തിറക്കും, വ്യക്തത വരുത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിയമനം വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ നമ്മൾ കയറുമ്പോൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജോത്സ്യൻ എന്നുള്ളതാണ്. നേരത്തെ ജയലളിതയുടെ ജോത്സ്യനായിരുന്നു ഇദ്ദേഹം എന്ന റിപ്പോർട്ടുകളുമുണ്ട്. എന്തായാലും വിജയ് അധികാരത്തിലെത്തുമെന്ന് നേരത്തെ തന്നെ പ്രവചിച്ച വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിയിലൂടെ വലിയ രീതിയിലുള്ള വൻ വിജയ് സ്വന്തമാക്കുമെന്ന് പ്രവചിച്ച ജോത്സ്യനാണ് ഇദ്ദേഹം. മാത്രമല്ല വിജയ് വലിയ രീതിയിൽ ഭൂരിപക്ഷം നേടിയ ശേഷം ഗവർണറെ കാണാൻ പോകുമ്പോഴും വിജയുടെ കൂടെ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പുറത്തു വന്നിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ AIDMK ഒരു പിളർപ്പുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം വിജയിയെ പിന്തുണയ്ക്കുന്ന 30 MLA-മാരെ വെട്ടിലാക്കിക്കൊണ്ട് EPS പക്ഷം ഒരു നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണ്. അവർ വിപ്പ് നൽകിയിരിക്കുന്നു. നാളെ സർക്കാരിനെ പിന്തുണയ്ക്കരുത് എന്നുള്ളതാണ് വിപ്പ്. പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് നീങ്ങിയാൽ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട്. എന്തായാലും ഈ CV ഷൺമുഖത്തിൻ്റെ വീട്ടിലുള്ള MLA-മാരെ, വിജയെ പിന്തുണയ്ക്കുന്ന MLA-മാരെ ഇപ്പോൾ വിജയ് സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതെന്താകും എന്നുള്ളത് നാളെ സഭയിൽ തന്നെ കാണേണ്ടി വരും. 32 MLA-മാർ എങ്കിലും ഇല്ലെങ്കിൽ അവരുടെ MLA സ്ഥാനം പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. മാധു, ഫൈസൽ ഹംസയാണ് വിവരങ്ങൾ നൽകിയത്. അണ്ണാഡി എം.കെയിലെ വിമത MLA-മാർക്ക് വിപ്പ് നൽകിയിരിക്കുകയാണ്. അവരത് ലംഘിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നീക്കമെന്നുള്ളത് കൗതുകകരമായ കാര്യമാണ്. അതിനിടയിലാണ് വിജയുടെ പേഴ്സണൽ ജ്യോതിഷിക്ക് ഒരു നിയമനം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കൂടി പുറത്തുവന്നിരിക്കുന്നത്.